ഈറോഡ് എം.പി. എ. ഗണേശമൂർത്തി അന്തരിച്ചു. കോയമ്പത്തൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണകാരണം ഹൃദയാഘാതം എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആത്മഹത്യാശ്രമം നടത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എ.ഡി.എം.കെ നേതാവായ ഗണേശമൂർത്തി ഡി.എം.കെ ചിഹ്നത്തിൽ ആണ് വിജയിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി ഗണേശമൂർത്തിക്ക് സീറ്റ് ലഭിച്ചിരുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇ.ആർ. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടിന് പിന്നിൽ. ഈ മരണകാരണം ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നതിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ? അഭിലാഷ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈറോഡ് എം.പി. ഗണേശമൂർത്തിയെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഇത് ആത്മഹത്യാ ശ്രമമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതായത് ഈറോഡ് സീറ്റ് അദ്ദേഹത്തിന് ഇത്തവണ നൽകിയിരുന്നില്ല. കാരണം എം.ഡി.എം.കെ നേതാവാണ് ഗണേശമൂർത്തി. എന്നാൽ എം.ഡി.എം.കെ ഡി.എം.കെ സഖ്യത്തിലാണ്. പക്ഷേ ഈറോഡ് സീറ്റിന് പകരം ഇത്തവണ തിരുച്ചിറപ്പള്ളി സീറ്റാണ് അവർക്ക് നൽകിയിരുന്നത്. പകരം ഈറോഡ് സീറ്റ് ഡി.എം.കെ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ തിരുച്ചിറപ്പള്ളിയിൽ പരിഗണിച്ചത് ആ പാർട്ടിയുടെ സ്ഥാപക നേതാവായ വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോയെയാണ്. അപ്പോൾ അതിനെ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഗണേശമൂർത്തി എന്നാണ് അദ്ദേഹത്തിന് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് ഏതായാലും പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വൈക്കോ വ്യക്തമാക്കിയിരുന്നത്, ഈ ആശുപത്രി എത്തി സന്ദർശിച്ച ശേഷം പാർട്ടി നേതാവ് വൈക്കോ വ്യക്തമാക്കിയിരുന്നത് പാർട്ടിയിൽ തനിക്ക് സീറ്റ് നൽകണം എന്ന ആവശ്യം, അതായത് ഗണേശമൂർത്തിക്ക് സീറ്റ് നൽകണമെന്നായിരുന്നു തന്റെ ആവശ്യം. പക്ഷേ പാർട്ടി പ്രവർത്തകർ ദുരൈ വൈക്കോയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് ഒരു അഭിപ്രായ സർവേ പാർട്ടിക്കകത്ത് നടത്തി. അതിൽ 99% പേരും ദുരൈ വൈക്കോ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് സീറ്റ് ഇത്തവണ നൽകാതിരുന്നത്. പകരം അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് നൽകാം, അല്ലെങ്കിൽ സ്റ്റാലിനുമായി സംസാരിച്ചുകൊണ്ടൊരു പ്രധാനപ്പെട്ട പദവി നൽകാം എന്ന് അറിയിച്ചിരുന്നു എന്നാണ് ഏതായാലും വൈക്കോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം നിൽക്കെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ 1ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു എം.പിയുടെ മരണം, അത് പ്രത്യേകിച്ച് ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എ.ഡി.എം.കെ ഒപ്പം തന്നെ ബി.ജെ.പി അടക്കമുള്ള കക്ഷികൾ ഇത് വലിയ ചർച്ചയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അഭിലാഷ്.